നമ്മൾ കേൾക്കാത്ത കഥകളിൽ നമുക്കായി എഴുതിയ വേഷങ്ങളുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ രാത്രി. എനിക്ക് ചുറ്റും സംഭവിക്കുന്നതെല്ലാം ഞാൻ കാരണമാണ് എന്ന് ഞാൻ കരുതി. പക്ഷെ എന്റേതല്ലാത്തൊരു ലോകത്തിൽ ഞാൻ അറിയാത്ത ജീവിതങ്ങൾ ഞാൻ കാരണം തിരുത്തിയെടുക്കപ്പെടുകയായിരുന്നു. This night, this is the beginning of the end. ഡാൻസ് കളിപ്പിച്ചല്ലേ. അതെ, ഇതാരാ? ആ, ഡെയ്സി ആയിരുന്നോ? ഡെയ്സി ഇപ്പൊ ഗേൾഫ്രണ്ട് ആയിരുന്നെങ്കിൽ നമുക്ക് ഡെയിലി ഓർത്ത് വെക്കായിരുന്നു. ഇതിപ്പോ ഗേൾഫ്രണ്ട് അല്ലല്ലോ. ഗേൾഫ്രണ്ട് അല്ലാത്ത ഒരു കൊച്ചിനെ ഞാൻ ഓർത്ത് വെക്കാറില്ല. ഇതിപ്പോ ഏതൊരു പെങ്കൊച്ചു വന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇതാണ്. ഞാൻ എന്ത് ചെയ്യാനാ, മറന്നു പോവാണ്. ഇതൊക്കെയാണല്ലേ സിറ്റിയിലെ പിക്കപ്പ് ലൈൻസ്. ഇപ്പൊ ഇങ്ങനെയാണല്ലേ ഇംപ്രസ് ചെയ്യണത്. അവൻ എന്ത് കൂളായിട്ടാ പറഞ്ഞല്ലേ. നമ്മളീ നാണിച്ചൊക്കെ പറയുമ്പോഴാണ് ഒന്നും കിട്ടാത്തത്. പേരെങ്ങനായിരുന്നു? ഓഹ്, ഗേൾഫ്രണ്ട് അല്ലാത്തോണ്ട് വീണ്ടും മറന്നു. സോറി. സ്കൂൾ പിന്നെ അറിയാലോ. അല്ല, ഈ പ്രായത്തിലൊന്നും പഠിക്കാൻ പറ്റത്തില്ല കുട്ടി. അത് കൊച്ചു പിള്ളേരുടെ സ്കൂളാണ്. ഓ, പിന്നെ നമ്മുടെ മീനൂട്ടിനെ പൂട്ടിയിട്ട നമ്മള് പിന്നെ നോക്കിയിരിക്കോ? വണ്ടിയിട് തുറക്കാൻ എന്തിനാ? ചവിട്ട് പൊളിക്കത്തില്ല നമ്മള്. പിന്നെ കൊച്ചിനെ പൂട്ടിയിടുമ്പോ പിന്നെ ആര് പൂട്ടിയിട്ടെങ്ങനെയാണെന്ന് അറിയണമല്ലോ. ഇവിടെ ആകെ മൊത്തം പ്രശ്നമാണല്ലോ. ആരുടെ അവിടെ കൊച്ചിനെ സ്കൂളിൽ പൂട്ടിയിട്ടേ? സ്കൂളിൽ ഭയങ്കര ഐഡന്റിറ്റി ഉണ്ടല്ലേ. അയ്യോ, അത് ഞാൻ കേട്ടില്ല ചേട്ടാ, അത് കേട്ടില്ലേ. സോറി. ആരുടെ അവിടെ കൊച്ചിനെ സ്കൂളിൽ പൂട്ടിയിട്ടേ? സ്കൂളിൽ പൂട്ടിട്ടേക്കുന്നില്ല. സ്കൂള് പൂട്ടിട്ട് സർപ്രൈസ്. കൊച്ചു പിള്ളേരായ വല്ല വീട്ടിൽ വരുന്നൂടെ? ചുമ്മാ ബാക്കിയുള്ളവർക്ക് മെനക്കെടുത്താനായിട്ട്. ആ, നല്ല അഭിനയായിട്ടുണ്ട് കേട്ടാ. ഉടനെ ആൾക്കാർ വാങ്ങിച്ചു തരാൻ നിനക്ക്. ആ, പറ. വേറൊരു പരിപാടി കൂടെ. അവള് പെൺപിള്ളേരെ സെറ്റാക്കി തരും. ഐസ്ക്രീം മേടിച്ചെടുത്ത 4 ഐസ്ക്രീമാണ് ഒരു പെൺകൊച്ചിനെ സെറ്റാക്കണേ. ഇപ്പൊ എന്റെ പേര് മറ്റേ രാഘവൻ എന്നൊന്നും അല്ല. കണ്ട പെമ്പിള്ളാരുടെ പുറകെ പോകാനായിട്ട്. പിന്നെ 2 ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്ന് പോടാ അവിടെ നിന്ന്. പിന്നെ എടാ, ഇന്ന് മുതൽ ഞാന് സിഗ്മ മനസ്സിലായോ? സിഗ്മ മെയിൽ. അതിനപ്പുറത്തോട്ട് ഒരു പെണ്ണ് എന്റെ ലൈഫിൽ ഇനി വേണ്ട. ഞാൻ ഇന്നലെ തീരുമാനിച്ചു. മൃദുല ഇന്നലെ ചതിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചാണ് എനിക്ക് ഇനി ഒരു പെണ്ണ് വേണ്ട. ഒരു മിനിറ്റ്. നിങ്ങളത് സംസാരിച്ചിരി. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് വരാം. മിനൂട്ടി, ഇനി വന്ന മിനൂട്ടി. മീനൂട്ടി മീനൂട്ടിക്ക് അച്ഛൻ സ്നേഹിക്കാനായിട്ട് സ്വന്തമായിട്ടൊരു അച്ഛനും അമ്മയില്ലെന്ന് എനിക്ക് മനസ്സിലായി കുട്ടി. ഇപ്പൊ ഞാൻ ഇച്ചിരി വാത്സല്യം കൊടുത്തോട്ടെ പ്ലീസ്. ഞാൻ പ്ലീസ് ഒന്ന് അറിയിക്കാൻ പറ്റുമോ? അതെ. അപ്പൊ എനിക്ക് മീനൂട്ടിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. കാരണം ഞാനും ഒരു അനാഥനായിരുന്നു മീനൂട്ടി. ഇന്നു മുതൽ ഞാനൊരു വാക്ക് തരാം മീനൂട്ടി. മീനൂട്ടിക്ക് അച്ഛനായിട്ട് ഈ ബാലൻ ചേട്ടൻ കാണും കൂടെ. ബാലച്ചൻ എന്ന് വിളിച്ചോ. മീനൂട്ടി ഇന്ന ആൾ വേണമെങ്കിൽ ബാലച്ചൻ എന്ന് വിളിച്ചോ. എന്ന് വിളിച്ച കേക്കട്ടത്. വാവച്ചനല്ല, ബാലച്ചൻ. പൂച്ച സംസാരിക്കൂ. മോളെ ബാലച്ചൻ, മോക്ക് എല്ലാ ദിവസവും ഐസ്ക്രീം വാങ്ങിച്ചു തരാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാ ദിവസവും മോക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരും അച്ഛൻ കേട്ടോ. പക്ഷെ മോളൊരു കാര്യം മനസ്സിലാക്കണം. മോക്ക് അച്ഛൻ മാത്രം പോരാ മോളെ. മമ്മിയും വേണം. അപ്പൊ അച്ഛന് പറ്റിയ മമ്മിയല്ല വൈഫ്. മോള് വിചാരിച്ച മോക്ക് പറ്റിയ ഒരു അമ്മേനെ മോക്ക് കിട്ടും. മീനൂട്ടി കണ്ടുപിടിച്ച് ഈ അച്ഛനോട് ബോധ്യപ്പെടുത്തണം മീനുട്ടിക്ക് പറ്റിയ ഒരു അമ്മയാണെന്ന്. മനസ്സിലായോ?
ആണോ? ഞാനൊരു കാര്യം പറയട്ടെ മീനുട്ടി, ഈ സിറ്റിയില് ഒരുപാട് പേരുണ്ട്, പക്ഷെ ഒരു അമ്മയുടെ വാത്സല്യം തരാൻ പറ്റിയ ഒരു പെങ്കൊച്ചെന്ന് പറയുമ്പോ എനിക്ക് തോന്നിയ ഒരാളെന്ന് പറഞ്ഞാ മൃദുല എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്. മോളുടെ വിഷമങ്ങൾ മൃദുല ചേച്ചിയോട് പറഞ്ഞാൽ മൃദുല ചേച്ചി വഴങ്ങും. അല്ല സോറി, മൃദുല ചേച്ചി ഇഷ്ടപ്പെടും മോളെ. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ മോള് പറഞ്ഞോണ്ട് ഞാൻ വേണമെങ്കിൽ ചെയ്യാം. ഒരു അച്ഛന്റെ കടമയല്ലേ ഇതൊക്കെ, കുഴപ്പമില്ല. കൊച്ചിന് തലവേദന മനസ്സിലായടാ, പാവം കൊച്ചടാ. എനിക്ക് കൊച്ചിന്റെ വിഷമങ്ങളൊക്കെ മനസ്സിലായടാ, പാവം. 3-ാമത്തെ വയസ്സെന്നൊക്കെ പറയുമ്പോഴേടാ, നമ്മളും 3-ാമത്തെ വയസ്സൊക്കെ കഴിഞ്ഞല്ലേടാ വന്നേ, അല്ലേ? കൊച്ചിന്റെ വിഷമം എനിക്ക് കുഴപ്പം ഞാൻ ക്യാമറ മോഡിൽ മോളെ മോളുടെ ചെലവ്, മോളുടെ പഠിത്തം, മോളെ ഉണ്ടല്ലോ അതെ ഈ സ്കൂളെന്നല്ലോ, ഈ സ്കൂള് ഞാൻ പഠിപ്പിക്കും, മനസ്സിലായ? അത് നീ ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി. അച്ഛനായ ഞാൻ തീരുമാനിക്കുന്നു ഈ സ്കൂളിൽ പോണ വേണ്ടെന്ന് കേട്ടേ. ഇത്ര നാള് നിന്റെ ഇഷ്ടത്തിന് നീ അങ്ങ് നടന്നു, ഇനി അതൊന്നും നടക്കൂല, മനസ്സിലായ? മര്യാദ ഇതേപോലെ ദേഷ്യമുള്ള അച്ഛനെ വേണം, എന്നെ പോലത്തെ ഒരു പാവം പോലെ. അയ്യോ അങ്ങനെയല്ല മോളെ, ഇതെന്റെ ഏത് തന്തയില്ലാത്ത അച്ഛൻ വേണം. ഒരച്ഛനും ദേഷ്യം കാണിക്കുന്ന മോളോട് സ്നേഹമുള്ളതുകൊണ്ട് ആ സ്നേഹമേ മോക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും കാണിച്ചിട്ടുള്ളൂ മോളെ. ഇപ്പൊ തന്നെ മൃദുലേനെ വിളിച്ച് കാര്യം പറയായിരുന്നു, ഈ കാണുമായിരിക്കും അല്ലടാ ആളെ സിറ്റിയില്ല. സത്യം പറയാലോ, എനിക്ക് ആ കൊച്ചിന്റെ സംസാരവും അല്ലെങ്കിൽ ആ കൊച്ചിന്റെ ഒരു രീതിയും അതൊന്നും അല്ല, എനിക്ക് ആ കൊച്ചിന്റെ പേരാണ് ഇഷ്ടപ്പെട്ടത്, മൃദുല. അത് കേൾക്കുമ്പോ തന്നെ ഒരു ഫീൽ ഗുഡ് അമ്മച്ചി. ഹലോ, അപ്പൊ നടക്കുമ്പോ എങ്ങനെ ഇങ്ങനെ നടക്കണം. കുഴപ്പമില്ല, ജന്മനേതായി പോയില്ല, ഇപ്പൊ മാറ്റാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഒരു പെങ്കൊച്ച് വന്നാൽ മാറുമെന്നാണ് ജോത്സ്യം പറഞ്ഞത്. അങ്ങനെ ഒരു പെങ്കൊച്ചില്ല, അതുകൊണ്ട് ഇനി മാറാനും പോകുന്നില്ല. എനിക്ക് ഈ ഡ്രസ്സിംഗ് സെൻസ് ഒന്നും ഇല്ല. അല്ല കുട്ടി പറയുന്ന ഈ ഡ്രസ്സാണോ ഓക്കെ ആണോ? എനിക്ക് എന്താ മോളെ കേട്ടില്ല, മീനൂട്ടി എന്താ പറയുന്നേ? ഒന്നും ക്ലിയർ ആയില്ല. ഇതാരാ മമ്മീന്ന് വിളിക്കുന്നേ? ഇത് മൃദുലേനല്ലേ മമ്മീന്ന് വിളിക്കുന്നേ? ആര്? മൃദുല ഒന്ന് വരും. മൃദുല എനിക്കറിയത്തില്ല മൃദുല, എന്നെ കണ്ടപ്പോ മുതലേ ആ കൊച്ചു എന്നെ കയറി അച്ഛാന്ന് വിളിക്കുക. മൃദുലേനെ കണ്ടപ്പോ അമ്മേന്നും ഒക്കെയാ വിളിക്കുന്നത്. പാവം കൊച്ച്. എനിക്കിത് കണ്ടിട്ടാണെങ്കിൽ അങ്ങോട്ട് സഹിക്കുന്നുമില്ല. അല്ല മീനൂട്ടിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ, അപ്പൊ അതിന്റെയൊക്കെ വിഷമം ആ കൊച്ചിനെ അറിയാം. പക്ഷെ ഞാൻ അപ്പൊ തന്നെ സൈപ്പിനോട് കാര്യം പറഞ്ഞു, എടാ ആദ്യമായിട്ടാണ് ആ കൊച്ചൊരു ആളുടെ മുഖത്ത് നോക്കി അച്ഛാന്ന് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് കുട്ടിയുടെ അച്ഛനല്ല എന്ന് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? ഞാൻ സ്നൈപ്പിനോട് പറഞ്ഞടാ ഞാൻ അച്ഛനാണെന്ന് പറഞ്ഞോട്ടെ എന്നിങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പൊ സ്നൈപ്പ് എന്നോട് പറഞ്ഞെന്ന് വെച്ചാ അപ്പൊ അമ്മ എവിടെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്ന് ഞാൻ സ്നൈപ്പ് എന്നോട്, മനസ്സിലായോ? അപ്പൊ എനിക്ക് എന്തായാലും കൊച്ചിനെ വിഷമിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഇന്നേ വരെ ഒരു കൊച്ചിനോട് ഇത്ര എന്താണ്? അതെ നമ്മുടെ കുട്ടിയാണ്. അല്ല ഞങ്ങളുടെ കുട്ടിയാണ്, നമ്മുടെ കുട്ടിയല്ലേ? കൊച്ചി അറിയുന്നോ? മോളെ എന്തോ പറ്റി? പൂച്ച കടിച്ചോ? കൊച്ചുങ്ങൾ എന്നാലും ആഗ്രഹം പറഞ്ഞാൽ അതൊക്കെ സാധിച്ചു കൊടുക്കണം. വരാലോ. എന്ത് പറ്റി മൃദുല? ആക്ച്വലി മീനുട്ടിക്ക് ഗാർഡിയൻ ഉണ്ട്. ആര്?
ഞാനൊരു കാര്യം പറയട്ടെ ഗാർഡിയൻ ഉണ്ട്. നമ്മളിപ്പോ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എനിക്ക് മീനുട്ടിയുടെ അച്ഛനാവാൻ താല്പര്യം ഉണ്ടെന്നല്ല പറഞ്ഞ, മീനുട്ടിക്ക് അച്ഛനെ പോലെ ഒരാളാവായി നിൽക്കാൻ എന്ന് വെച്ചാൽ അച്ഛന്റെ ഒരു സ്നേഹം കൊടുക്കാൻ ഒരാള് അതേയുണ്ട്. അല്ലാതെ കുട്ടി എന്താ വിചാരിക്കുന്നത് ഞാനിനി മീനുട്ടിയുടെ അച്ഛനായിട്ട് നിൽക്കണോ? എനിക്ക് ലൈഫില്ലേ, എനിക്കൊരു കല്യാണം കഴിക്കണ്ടേ? നാളെ ഒരു പെങ്കുച്ചെന്ന് എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞ അപ്പൊ ചോദിക്കത്തില്ലേ ഈ കുട്ടി ആരാന്ന്? അപ്പൊ എന്റെ മോളാന്ന് പറഞ്ഞ ആ കൊച്ചെന്ത് വിചാരിക്കും? ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. പാവം കൊച്ചല്ലേ, ഇച്ചിരി സ്നേഹം കൊടുക്കാന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ഓ അപ്പൊ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞോണ്ട് കുട്ടിയോട് റേഡിയോയില് സംസാരം കേട്ടോണ്ടിരിക്കുകയല്ലേ? മനസ്സിലായി. ഞാൻ ഇച്ചിരി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗ്യാങ് മെമ്പർ ആണ്, മനസ്സിലായി. എന്നിട്ട് പോലും കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി ആ ഗ്യാങ് റേഡിയോയിൽ പോലും കയറിയിട്ടില്ല. എന്റെ ഒരു ആത്മാർത്ഥത കുട്ടി മനസ്സിലാക്കിയിട്ട് വേണം എന്നോട് സംസാരിക്കാൻ. നാട്ടുകാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്തോ ഒരു നല്ല വ്യക്തിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊച്ചിനെ സ്നേഹം കൊടുക്കുന്നത്. ആ ഒരു മൈൻഡ് കുട്ടി എന്നെ സംസാരിച്ചപ്പം അങ്ങനെ തോന്നി. അതുകൊണ്ട് എന്തായാലും മീനുകുട്ടിയുടെ അച്ഛനാവാൻ കുട്ടി എന്തായാലും എനിക്ക് താല്പര്യമില്ല. കാരണം എന്റെ മനസ്സ് അത്രയും വിഷമിച്ചു. 3 വയസ്സുള്ള കൊച്ചിന്റെ വിഷമം കേൾക്കാൻ ഞാനുണ്ടായിരുന്നു. പക്ഷെ എന്റെ വിഷമം കേൾക്കാൻ ഒരു കൊച്ചു പോലും ഇല്ല. അതാണ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള ആളിൽ നമുക്കില്ലല്ലോ. പിന്നെന്തോന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, എന്റെ മനസ്സിലെല്ലാം പോയി കുട്ടിയിട്ട്. ഐ എം റിയലി സോറി. എന്തായാലും എനിക്കിതിന് മുന്നോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇല്ല കുട്ടിയോട് ഞാൻ പറയുന്നില്ല. മോളെ നിനക്ക് തന്തയില്ല, തന്ത ചത്തു. എന്റെ വിഷമങ്ങളൊക്കെ പറയാൻ ഒരു കൊച്ചു എന്റെ ലൈഫിലോട്ട് തിരിച്ചു വരുമെന്ന് എന്റെ ജോലിച്ചും പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് വിശ്വസിച്ചിട്ടാണ് കുട്ടിയോട് എല്ലാം പറഞ്ഞത്. പക്ഷെ കുട്ടിക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് അതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല. എന്റെ 3.5 മണിക്കൂർ പോയത് അങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, കുട്ടിയോട് സംസാരിച്ചപ്പോ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, മനസ്സിലായോ? അതിപ്പോ പോയി. അപ്പൊ എനിക്ക് കുറച്ചെങ്കിലും ഹോപ്പ് വെക്കാൻ പറ്റുമോ? അത് മാത്രം കുട്ടി പറഞ്ഞാൽ മതി. എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട. എന്തോ കോപ്പ് വെക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നേ. ജോത്സ്യന്മാരൊക്കെ കള്ളന്മാരാ, അവര് പറയുന്നത് വിശ്വസിക്കരുത്. കേറ് എന്തായാലും വെറുതെ സമയം കളഞ്ഞു മേടിച്ചെന്റെ മേലെ കേറി 3.5 മണിക്കൂർ 3 മണിക്കൂർ എന്റെ കഷ്ടപ്പെട്ട് എത്ര കഥയാണ് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞേ. റൺവേ മുതൽ മെതുവിന്റെ മൊയ്തി വരെ പറഞ്ഞു ഞാനവിടെ. എന്നിട്ട് ഏതെങ്കിലും ഒരു സിനിമ വർക്കൗട്ട് ആയോ? വേണ്ട, അത് ഞാൻ ആൾറെഡി പറഞ്ഞാണല്ലോ. നെക്സ്റ്റ് ഡേ ബാല ഹായ്, സുഖാണോ? സുഖം. ഇതാരായിരുന്നു? പേര് ഓർമ്മയുണ്ടോ? പിന്നെ മറക്കാൻ പറ്റുമോ അങ്ങനെ? ആരാ പറ, പേര് പറ. താരേനെ പിന്നെ എനിക്ക് ഓർമ്മയില്ല. താരേനെ കണ്ട എനിക്കറിയത്തില്ലേ? എല്ലാ പെണ്ണുങ്ങളുടെ നെയിം ഓർമ്മയുണ്ടോ? എന്റെ മാത്രം ഓർമ്മ ഉണ്ടല്ലോ. എന്താ പരിപാടി ബാല? ഞാനെന്താ പരിപാടി, ഞാനിങ്ങനെ ഗേൾഫ്രണ്ട് കിട്ടിയില്ലേ ഇതുവരെ? എന്തോ ചെയ്യാനാ താരാ. ഒരു കാര്യം പറയട്ടെ, ഒരു 2 ദിവസം കഴിഞ്ഞ് എന്റെ ഗോൾ പോസ്റ്റ് ആയിരുന്നു ഇത്, മനസ്സിലായ? ഇത് എന്റെ ഗോൾ പോസ്റ്റ് ആയിരുന്നു. ലേറ്റ് ആയി പോടാ, നമ്മൾ ലേറ്റ് ആയി പോയി. ബാല ഒരു സൂപ്പർ ഹീറോ ആണ്. ഓക്കെ, ഞാൻ അറിയുന്നത്. ബാലക്ക് വേണ്ടി ഏത് പെണ്ണായാലും ബാലയുടെ കം ടു യു. ഓക്കെ, അതാണ് ഞാനും അതിലാണ് വിശ്വസിക്കുന്നത് കുട്ടി. അപ്പൊ താര ട്രീ താരന്നല്ല, ട്രീസ എന്ന് പറയാൻ വന്നില്ല. 2 പേർക്ക് ചുമന്ന മുടിയല്ലേ, അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ അത് ചുമന്ന മുടി, കണ്ണ് ചുമപ്പായോണ്ട് എല്ലാം ചുമപ്പായിട്ടാണ് കാണുന്നത്, മനസ്സിലായ? അതാണ്. പക്ഷെ ആ കണ്ണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബാല. ശരിക്കും എല്ലാരുടെ ടേസ്റ്റ് ഒരേപോലെ ഉണ്ടാവില്ല, പക്ഷെ നമ്മളുടെ ടേസ്റ്റ് സെയിം അല്ലേ? ഇല്ല എന്റെ ടേസ്റ്റ് പറയാ. അയ്യോ, കണ്ണാടി ഉണ്ടോ? ഇങ്ങോട്ട് നോക്കി, ആ കണ്ണ് കാണട്ടെ. അയ്യോ, ഏതാ ലുക്ക്, സുന്ദരനാണല്ലോ. അയ്യോ, താര ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ താരക്ക് ഇവിടെ സിറ്റിയിൽ ആരൊക്കെ ഉണ്ട്? സിനിമാറ്റിക്സ് ചെയ്തേക്കുന്ന ആരാ? ബാലൻ തന്നെയാണോ അതോ സൈറക്സ് ആണോ? ഇതാരാ ചെയ്തേക്കുന്നേ? ചോദിക്കട്ടെ, താരനെ പറ്റി ഒന്ന് അറിയട്ടെ. ബാലചേട്ടാ
സമയത്തിന് എത്തിയേക്കണേ കല്യാണത്തിന്. പിന്നല്ല, എത്ര മണിക്കാ? 12 മണി വന്നിരിക്കും. ഞാനും ബാലൻ കപ്പലായിട്ട് വരാവേ. ഒരുമിച്ച് ഞാൻ സാരി ഇടണോ അല്ലെങ്കിൽ ഫ്രോക്ക് ഇടണോ? സാരിക്ക് ഇഷ്ടമുള്ള കിട്ടോ? ബാലനൊന്നും പറയില്ല. എൻഗേജ്മെന്റ് അല്ലേ, സാരി നമുക്ക് കല്യാണത്തിന് ഇടാം. അതാ ഫ്രോക്ക് ഇടട്ടെ. ഫ്രോക്ക് കിട്ടോ? അയ്യോ കുട്ടി, ഞാൻ മുഖത്ത് നോക്കി എന്താ സത്യം എന്താന്ന് വെച്ചാൽ അത് പറയാം. സത്യം പറയല്ലേ, കൊള്ളത്തില്ലേ കുട്ടി? ഇപ്പൊ നാളെ ഈ കല്യാണത്തിന് പോയി നാട്ടുകാർ മൊത്തം ആ ഡ്രസ്സ് കണ്ട് കളിയാക്കുന്നതിനേക്കാൾ നല്ല ഞാൻ കൊള്ളത്തില്ലെന്ന് പറയുമ്പോ മാറ്റുന്നില്ലേ? അതെ എനിക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന ആളിഷ്ടാണ്. ഡ്രസ് മാറ്റുന്നില്ല നീ. ഡ്രസ്സൊക്കെ മാറ്റി ഇച്ചിരി എക്സിക്യൂട്ടീവ് ഉള്ള കാര്യങ്ങൾ മനസ്സിലായോ? കല്യാണ ചെറുക്കനൊക്കെ ഒന്ന് മാറി നിൽക്കുക അങ്ങനെയാണെങ്കിൽ. പക്ഷെ എനിക്ക് റെഡ് ഇഷ്ടമാണ്. റെഡ് അല്ലേ? റെഡ് ഇത് നൈസാ. എൻഗേജ്മെന്റിന് പോന്നു. ആർക്കെതിരെയുള്ള കംപ്ലൈന്റ് ആണെന്ന് ആദ്യം നോക്കാം. കൺസേൺ അബൌട്ട് മീനൂട്ടി. വിഷയം മീനൂട്ടിയുടെ സുരക്ഷാ പ്രശ്നങ്ങളും ബാലൻ സ്നൈപ്പും ഉൾപ്പെടെ അന്വേഷണം ആവശ്യകതയും സംബന്ധിച്ചുള്ള പരാതി. കാലികമായി ഷമ്മി കാവ്യ എന്നിവരുടെ നേതൃത്വത്തിൽ സംരക്ഷിക്കപ്പെടുന്ന 3 വയസ്സുള്ള പെൺകുഞ്ഞായ മീനൂട്ടിയെ കുറിച്ചാണ് ഈ പരാതി നൽകുന്നത്. ഈ കുട്ടി സ്വന്തം തിരിച്ചറിയലോ കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചോ യാതൊരുവിധ ഓർമ്മയും ഇല്ലായിരുന്നു. അടുത്തിടെയായി കുട്ടി സ്വന്തം ഭാഷയിൽ തക്കുട് കുടുംബത്തിലെ ബാലൻ എന്നയാൾ അച്ഛനാണെന്നും പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെ കുട്ടിയുമായി ബാലന്റെ ബന്ധം വിശദമായി അന്വേഷിച്ച് സത്യാവസ്ഥ വ്യക്തമാക്കുക. വിശ്വാസപൂർവ്വം കാവ്യ, ഷമ്മി, താൽക്കാലിക രക്ഷിതാക്കൾ, മീനൂട്ടി. നമുക്ക് ബാലനെയും വിളിക്കാം. നിന്നെയൊക്കെ എന്തിനാണ് പോലീസ് വിളിക്കുന്നത്? അതാണ് നമ്മളിപ്പോ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി നിൽക്കുവായിരുന്നു. ഇപ്പൊ പോലീസിന്റെ കല്യാണത്തിന് പോകുന്നില്ലേ? രണ്ടും വേണമല്ലോ. ആദ്യം PD പോവാന്ന് വിചാരിച്ചു. നമുക്ക് PD വരെ ഒന്ന് പോയിട്ട് മറ്റേ എൻഗേജ്മെന്റിന് പോവാം. ജുഗ്രു എന്തൊക്കെയുണ്ടാ? എൻഗേജ്മെന്റ് കോസ്റ്റ്യൂം കണ്ട നീ നോക്കട്ടെ. നീ എന്താടാ മറ്റേ ഉത്സവത്തിന് വെള്ളം അടിക്കാൻ പോണോ? അല്ല, മറ്റേ ഇവൻ ഇട്ടിരിക്കുന്ന ഡ്രസ് കണ്ട് എനിക്ക് എന്താ ഉത്സവത്തിന് മറ്റേ മേലോട്ട് പറത്തിയൊരു സാധനം വിടൂല. അതെ, എലക്ഷന്റെ ബർത്ത്ഡേ ആണോ? എലക്ഷൻ മോനെ ഹാപ്പി ബർത്ത്ഡേ എലക്ഷടാ. എന്റെ ലുക്ക് നോക്കടാ, ഞാൻ ഇത്ര സത്യം എന്തൊരു ലുക്ക് അല്ലേ? എനിക്കാനെ കണ്ടിട്ട് ദുൽഖർ സൽമാന്റെ ഒക്കെ ഒരു സൈലുണ്ട് ഇപ്പൊ കാണുമ്പോ. അവർക്ക് കുശുമ്പാണ് ബാല. വാ കണ്ടിട്ട് പോവാം. ഏതാ വാക്കിംഗ്, ഏതാ സ്റ്റൈല് ബാല? നമസ്കാരം സാറേ. സാറിന്റെ പേരെന്താ സാറേ? ടോണി. എത്ര നാളായി സാറേ ഇവിടെ PD-യില്? 3-4 ആഴ്ചയായിട്ടോ സാറേ. എന്റെ ഒരു അഭിപ്രായത്തിൽ പുതിയതായിട്ട് പറയുകയാണ് സാറേ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ള സ്ഥലം ഏതാന്ന് പറയുന്നത് സാറേ? PD. അങ്ങനെ പറയരുത് സാറേ 100%. എന്താണ് സാറേ 100%? അതെ സാറേ, ഞങ്ങൾ പറയാം ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ള സ്ഥലം PD-യാണ്. കാരണം എന്തെന്ന് വെച്ചാൽ കാരണം ഒരു കള്ളനെ മറ്റൊരു കള്ളനെ പിടിക്കാൻ പറ്റൂ സാർ. അയ്യോ അതുകൊണ്ടല്ല സാറേ, ജയിലിൽ മൊത്തം കള്ളമില്ല. അത്രയ്ക്ക് പവറില്ല സാറേ ഇവിടുത്തെ PD-ക്ക്. എല്ലാ കള്ളന്മാരെ ജയിലിൽ കൊണ്ടിട്ട പിന്നെ എന്ത് പറ്റി സാറേ? നമ്മ എന്നെ സ്നേഹിപ്പിനെ ഒന്ന് വിളിച്ചായിരുന്നു. സ്നൈപ്പിനും ബാലനും ഒരു മീനുകുട്ടി അറിയാവോ? മീനിക്കുട്ടി. എന്റെ ലവറാണോ ബാല? മറ്റേ എടാ ഒരു കൊച്ചു കുട്ടിയാ 5 വയസ്സായ, അതാണ് നിന്റെ ലവർ. കുഞ്ഞിക്കുട്ടി. നമ്മുടെ മീനുക്കുട്ടി. അറിയാം സാറേ. മീനുട്ടി എന്റെ ചക്കരക്കുട്ടി. മീനുട്ടിയും ബാലനും സ്നൈപ്പുമായിട്ട് എന്താ ബന്ധം? അങ്ങനെയൊക്കെ ചോദിച്ചാ അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടാണ്. അപ്പം ഇച്ചിരി കമ്പനി ആയി പോയി. എന്ത് പറ്റി സാറേ? ആക്ച്വലി ഞങ്ങളിപ്പോ മീനുട്ടിയുടെ പാരന്റ്സിനെയും റിലേറ്റീവ്സിനെയും ഒന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. മീനുട്ടിക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം മീനുട്ടിക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു കൊച്ചിന് അച്ഛനും അമ്മയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ കൊച്ചിപ്പോ മാമാന്നാണ് വിളിക്കുന്നത്, ബാലൻ മാമാന്ന്. അല്ല, ബാലൻ മാമാന്നല്ല സാറേ, ഇങ്ങനെ തെറ്റായിട്ട് പറയില്ല. എന്നെ മാമാന്ന് അവൻ അച്ഛനെ വിളിക്കുന്നത്. ബാലൻ അച്ഛനാണെന്നും പറഞ്ഞ് കുട്ടി അടുത്തോട്ട് ഓടി വരികയും. ഞാൻ അച്ഛനോ? സ്നൈപ്പ് എന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ ബാല. സാറേ അതാണ് പറഞ്ഞത് സാറേ, ഞാനൊരു അച്ഛന്റെ സ്നേഹം കൊടുക്കാന്ന് പറഞ്ഞു കൊച്ചിനോട്. ബാല, ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ടി വരും. ബാലന്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ലല്ല, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല കുട്ടി. ഒരു പേര് ഞാൻ ഇടയ്ക്കായിട്ട് കേട്ടായിരുന്നല്ലോ. ഏതാണ്? ഉമ്മുക്കുലുസു ഓർ സംതിങ്. സാറേ അത് പഴയ എന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിരുന്നു സാറേ. അത് പിന്നെ അയ്യോ കുട്ടി, അത് സത്യം പറഞ്ഞല്ലേ, ഞാനൊരു പെട്ടെന്ന് കണ്ടപ്പോ എന്റെ പഴയ കാമുകയാന്ന് വിചാരിച്ചു പോയി. ഞാൻ പഴയ ഒരു ടോക്സിക് ബോയ് ഫ്രണ്ട് ആയിരുന്നേ. അങ്ങനെയാണ് അവൾ എന്നെ ഇട്ടിട്ട് പോയത്. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ ഒരു വിഷമം തോന്നുന്നുണ്ട്. അതാണ് ഞാൻ ഈ താടിയൊക്കെ വളർത്തി ഇങ്ങനെ നടക്കുന്നത്. അന്ന് വളർത്തിയതാ, പിന്നെ വെട്ടിയിട്ടില്ല കുട്ടി.
കൂട്ടം കീലുങ്ങിടും അറിയൂമേ കാതിലുണ്ടലു കാത്തുമാല മാറിയിലും. DNA ടെസ്റ്റ് സാറേ ഞാനൊരു കാര്യം പറയട്ടെ, സാറിനോട് മാത്രമായിട്ടൊരു കാര്യം പറയാം, സാറ് മാത്രമേ ചെന്നേ. ഇവിടെ പറയണം ബാല. അല്ലല്ല അത് പറയാൻ പറ്റത്തില്ല, അത് പറയാൻ പറ്റത്തില്ല. അല്ല അപ്പോഴേ നിങ്ങൾക്ക് സംശയിക്കാം ബാലനെ. ഓക്കെ, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. സാറാണ് സത്യം സാറേ, ഞാൻ ഈ സിറ്റിയില് ഇപ്പോഴും സാറ് ഞാൻ ഇപ്പോഴും വെർജിനാണ്, സാറിനറിയാവോ? സാർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നതാണ്. 2 ദിവസം മുന്നേ പരിചയപ്പെട്ട ഒരാളെ ഓടി വന്ന് അച്ഛാന്ന് വിളിക്കാൻ എങ്ങനെ കൊച്ചിന് കഴിയാ ബാല? ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, മോൾക്കൊരു അച്ഛനില്ലാത്തോണ്ട് ഒരു അച്ഛന്റെ സ്നേഹം ഞാൻ തരാന്ന് പറഞ്ഞു. അല്ലാതെ ബാലൻ ഒരു ബന്ധുവില്ല കുട്ടിയുടെ? ഒരു ബന്ധവുമില്ല സാറേ, മോളല്ലേ ബാല? 100%. ബാലന ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുത്. ഇമ്പോർട്ടന്റ് ആണോ? ഐ മീൻ കൊച്ച് ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും? എന്താണ് സാറേ? സാർ ഇത്ര ഇതിന്റെ DNA ടെസ്റ്റ് ചെയ്യാൻ സാറേ, DNA ടെസ്റ്റ് ചെയ്യാലോ? എന്നാ ബാല നമുക്ക് അതും കൂടെ ഒന്ന് നടത്തിയാലോ? സാർ നടത്താം DNA സാർ. അല്ല ഇപ്പൊ ബാലന്റെ കൊച്ചാണെന്ന് DNA ടെസ്റ്റിൽ DNA ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോ എനിക്ക് ട്രോമയാ, പറയാതിരിക്കാൻ വയ്യ. തെളിഞ്ഞു കഴിഞ്ഞാൽ അത് കൊച്ചിന് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ ബാലൻ എന്തെങ്കിലും കുട്ടിയെ എന്തെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചാലോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. എനിക്ക് ആ കൊച്ചിനേക്കാളും പിഞ്ചു മനസ്സാണ് എന്റേത്. ബാക്കിയുള്ള പെൺകുട്ടികൾ ബാലനുമായിട്ട് മീൻസ് റിലേഷൻഷിപ്പിലുള്ള പെൺകുട്ടികൾ ആരെങ്കിലും സിറ്റിയിലുണ്ടെങ്കിൽ അവരെയും കൂടെ സാർ എനിക്ക് അങ്ങനെ വേറെ റിലേഷൻ ഒന്നും എത്ര ഇല്ലായിരുന്നു സാറേ. പെൺകുട്ടികളുണ്ട് റിലേഷനില്? നമുക്കറിയില്ല മാഡം. സൈപ്പ് പറഞ്ഞ എത്ര ഉണ്ട്? 10 10 എന്തോടാ പറയുന്നത്? സൈപ്പ് കൈയൊക്കെ പൊക്കി 10 കാണിച്ചു. ബാലന്റെ എന്ന് പറയുമ്പോ 1 ഡേ ലവ് ആണ്, 2nd ഡേ കാണത്തില്ല. ഒരു KGF കഥ അല്ലെങ്കിൽ ഒരു അവഞ്ചേഴ്സിന്റെ കഥ പറഞ്ഞ ഒരു ദിവസം ഒരു കൊച്ചിനെ വളയ്ക്കും, അതാണ് 1 ഡേ ലവ്. പിന്നെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ സാറേ. ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയാണോ ഈ കൊച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ബാലന് ആട്ടറിൽ പോകൂലേ? മീനുട്ടിക്ക് എത്ര വയസ്സാ? മീനുട്ടിക്ക് ഒരു 3 വയസ്സായി കാണും. വയസ്സാണെങ്കിൽ 3 വയസ്സിന് മുമ്പുള്ള ഡോറല്ലേ? കൊച്ചിനുണ്ടതാണെങ്കിൽ കൊച്ചെന്റെ അല്ലല്ലോ സാരാ. സാരേ അതാരാ പുതിയ ആള്? താര ബാല. ബാല ഉരുളണ്ട സാറേ താര എന്നാണ് പറഞ്ഞത്. അപ്പൊ രണ്ടുകൂടെ മിക്സ് ആയിട്ട് സാറാന്നായി പോയി. അല്ല അത്ര സംശയം ഉണ്ടെന്നാ സാറേ. ഒരു കുറച്ചാൾ മുമ്പ് നമ്മൾ ഈ സാറേനെ പരിചയപ്പെട്ട 1 ഡേ ലവ് തന്നെയായിരുന്നു. വേണേ സാറ് സിറ്റിയിൽ ഉണ്ടാന്ന് നോക്കി. ആ സാറുണ്ട് സാർ, എനിക്കറിയാം. ബാലന്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ടോ കൊച്ചിനെ? സാറേ പക്ഷെ ബാലന് ഇത് സാറേ ബാലന് വെച്ചൊരു കൊച്ചാവാനുള്ള ഇതില്ല. കൊച്ചാവാനുള്ള ഇതില്ല. കൊച്ചാവാനുള്ള ഇതൊക്കെ ഉണ്ട് സാറേ, അതിനുള്ള കഴിവ്. എടാ ഞാനതല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ OG വ്യൂവേഴ്സ് എല്ലാവർക്കും അറിയാം, ഈ സ്നൈപ്പൊക്കെ വെടി വെക്കാനും തെറി വിളിക്കാൻ വേണ്ടി മാത്രം സിറ്റിയിലുണ്ടായിരുന്ന ഒരുത്തനാണ്. അത് പഴയ ലൈവ് കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഇവനെ DC-യിലൊക്കെ കണ്ട ആൾക്കാർ, അവൻ്റെയൊക്കെ മാറ്റം കണ്ട, അവനൊക്കെ എങ്ങനെ ആയെന്ന് കണ്ട അവനൊക്കെ. എന്റെ പൊന്നോ, ഉണ്ട് പിന്നെ അതൊക്കെ ഉണ്ട് സാറേ. അതല്ല അങ്ങനെയല്ല, ടൈമില്ല. ടൈമില്ല സാർ, ടൈം. ബാല അപ്പൊ നമുക്ക് നാളെ ഇതൊരു DNA ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വേണം. ഓക്കെ, നമുക്ക് എന്തായാലും DNA നടത്തിയിട്ട് ടെസ്റ്റ് ചെയ്യാം സാറേ. എന്നിട്ട് നമുക്കൊരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് പോയിട്ട് വരാൻ. ഓക്കെ അവിടെയല്ലേ എൻഗേജ്മെന്റിനൊന്നും പോവേണ്ട ബാല, ആദ്യം ഇത് തീർക്ക്. ഇത് തീർന്നില്ലേ? ഇത് നാളെ തീരും. നാളെ DNA ടെസ്റ്റ്, അത് കഴിയുമ്പോ തീർക്കാം നമുക്ക്. നാളെയാണോ? അല്ല പുള്ളിക്ക് ഇന്ന് ബിസിയാണ്, പുള്ളി ഇന്ന് പോണോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മളിന്ന് പിടിച്ചേർത്ത് DNA ടെസ്റ്റ് നടത്തുന്നത് ശരിയല്ല. ഇന്നിപ്പോ DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാല് എന്തായാലും തെറ്റും സാറേ, ഉറപ്പാ. അല്ല അങ്ങനല്ല സാറേ, അങ്ങനല്ല സാറേ, അതല്ല ഉദ്ദേശിച്ച, അതല്ല എന്താ ബാല 1 ഡേ ബാലിന് എന്തിനാ സമയം? സാറേ അതല്ല സാറേ, സത്യമായിട്ടും അതല്ല ഉദ്ദേശിച്ചത് സാറേ. ഇപ്പൊ DNA ടെസ്റ്റ് ചെയ്ത ചിലര് റിസൾട്ട് മാറ്റി കളയുമെന്നാണ് ഉദ്ദേശിച്ചത് സാറേ. ഇല്ല നമുക്കൊരു DNA ടെസ്റ്റ് നടത്തിയേക്കാം. ഒരു മിനിറ്റ് ബാല, തരാ. ഞാനൊരു കാര്യം ചോദിക്കാം. സത്യം പറയണം. സത്യമല്ലേ പറയത്തുള്ളൂ, സത്യം മാത്രമേ പറയത്തുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് എന്നോട് പറയണേ. താരയുടെ കള്ളം പറയുന്നത് താരയ്ക്ക് തോന്നുന്നു. ആ കൊച്ച് ശരിക്കും നിന്റെ കൊച്ചാണോ ഇല്ലേ അത് പറയാം. സത്യമായിട്ട് എന്റെ കൊച്ചല്ല. കൊച്ചെന്നെ അച്ചാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനിങ്ങനെ പറഞ്ഞു പാവല്ലേന്ന് വിചാരിച്ച് അച്ചാന്ന് വിളിച്ചോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. പക്ഷെ എങ്കിലും താര വെറുതെ പേര് എന്താ? ശശി. സാറിന്റെ പേരാണത്? അമ്മയുടെ പേര് ശശിന്നോ? അല്ല നമ്മളെ പേര്. ഓ അമ്മയുടെ പേര് ശശി. അല്ല നമ്മളെ പേര്. അമ്മളെ പേര് ശശി. അതേത് ഭാഷയാ സാറേ? മലയാളം. മലയാളം. മലയാളത്തിൽ പരിചയമാണെന്ന് സാർക്ക്. എന്താ സാറേ സംസ്കൃതമാണോ ഇപ്പൊ പറഞ്ഞ? മനസ്സിലായില്ല സാറേ. ഇത് മുച്ചറിയാണോ ഇത്? ബാല, ഈ മൃദുല ആരാ? മൃദുല. മൃദുല 1 സെക്കൻഡ്. അല്ല താര
താര പറഞ്ഞത് ഞാനിപ്പോ താര മൃദുലയുടെ പേര് പറഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം കൂടെ കേട്ടു. മൃദുല അമ്മയും ബാലൻ അച്ഛൻ എന്നാണ് കുട്ടി പറഞ്ഞു തുടങ്ങുന്നത്. ഈ മൃദുല നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിനകത്ത് ഇല്ലല്ലോ ബാല. ബാല അകത്തോട്ടൊന്നിരിക്കാവോ പുള്ളി? സാർ ഇതെന്താണ് DNA ടെസ്റ്റ് ആണോ ഇത്? പറഞ്ഞു സാർ, പറഞ്ഞു സാർ. ഇതല്ല ബ്ലഡ് സാമ്പിൾസ് DNA ടെസ്റ്റ് தான் சார் இங்க உட்காருங்களா ஏதாவது சேர்ல ദൈവമേ എന്താ സാർ അറ്റൻഡ് ചെയ്യാവോ സാർ? இந்த சேர்ல உட்கார்ந்து ഓക്കെ ഓക്കെ ഉക്കാറാം. ബാലൻ സാർ உங்களோட ഏജ് പത്തിന ഏജ് ഇപ്പോ 24. ബാല ID കാർഡ് ഒന്ന് കാണിച്ചേ. ഏജ് 24ഓ? ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. ഡേറ്റാബേസ് ഉണ്ട്. ബാലൻ 1997 ആണ്. 28 ബാല. അതെന്താ ഒരു 4 വയസ്സ് കുറച്ച് പറഞ്ഞേ? സ്നൈപ്പിന്റെ ചേച്ചിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. നിങ്ങളൊക്കെ അറിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിക്കാരിക്ക് ഒരു ബൈക്ക് ആക്സിഡന്റ് പറ്റി. ഇപ്പോ കുറച്ച് ഷോക്കായിട്ടിരിക്കുവാണ്. ആകെ കൈക്ക് ഒരു നല്ല മേജർ ഒരു ഇഞ്ചുറി ഉണ്ട്. കുറച്ച് ഷോക്കായിട്ടിരിക്കുകയാണ് പുള്ളിക്കാരിയുടെ അവസ്ഥ. ഇപ്പൊ വീട്ടിലൊക്കെ വന്നു, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നെന്ന് പറഞ്ഞ്. അപ്പൊ കുറച്ച് ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാം സെറ്റാവുന്നവരെ കുറച്ചാൾ RP-യിൽ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. റെഡി ആവുമായിരിക്കും, എല്ലാം റെഡിയാവും, സെറ്റാവും. കാലം പോയൊരു പോക്കെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി സാർ. എത്ര വയസ്സാ പോന്നെ അല്ലേ? அது சரி பரவாயில்ல சார், ரொம்ப அதிகமா உங்களுக்கு மறவி வந்திருக்கு. பரவாயில்ல, அட்ஜஸ்ட் பண்ணிக்கலாம். ഓക്കെ ബാല ശരി. എന്താ എന്തൊക്കെ കഥകളല്ലേ നാട്ടുകാരെ ഉണ്ടാക്കി വിടുന്നത്. കേട്ടിട്ട് തന്നെ എനിക്ക് തൊലി ഉരിഞ്ഞു പോയി. നിന്റെ പ്ലേസിൽ ഞാനുണ്ടെങ്കിൽ നിനക്ക് ആ സംശയം വരില്ലേ? ഒരിക്കലും ഇല്ല, കാരണം എനിക്ക് താരേനെ വിശ്വാസമാണ്. കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടാ. നിർത്ത ഞാൻ ഒരേ ഡ്രസ്സ്, ഇത് കാറ്ററിംഗ് ഡ്രസ്സാ. എന്തൊരു കാറ്ററിംഗിന് വന്നതാ ഞാനിവിടെ. താരം നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ? ഇതെന്തൊരു നാട്ടുകാർ ഡ്രസ്സ്. ഇതെന്തരിത്? ഡ്രസ്സൊക്കെ മാറ്റി ഇച്ചിരി എക്സിക്യൂട്ടീവ് ലുക്ക് ആയിരിക്കണം, മനസ്സിലായോ? കല്യാണ ചെറുക്കനൊക്കെ ഒന്ന് മാറി നിൽക്കുക അങ്ങനെയാണെങ്കിൽ. പറ തക്കുട് വന്നോ? എവിടെ? താഴെ ഉണ്ടായിരുന്നോ തക്കുട് മോനെ? മാമാന്നേ വിളിക്കാവുള്ളു കേട്ടോ. അറിയാതെ പോലും വേറൊന്നും വിളിച്ചേക്കല്ലേ. തലയിലായതാണ് ഇപ്പൊ. സെറ്റപ്പ്. Heavenly Father, we thank you for this joyful engagement ceremony and praise you for the close bond of marriage. Because of special engagement ceremony, God and guide their future together and may your praise and blessings. Savior, നീ കല്യാണം കഴിക്കാൻ സമ്മതമല്ലേ? ഇല്ലല്ല, എനിക്കങ്ങനെ ആരോടും വലിയ താല്പര്യമൊന്നുമില്ല. അയ്യോ ഡെയ്സി ഒരു ഹെൽപ്പ് ചെയ്യോ ഡെയ്സി? ഒന്ന് വന്നേ. ഡെയ്സി, ഒരു DNA ടെസ്റ്റ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നാളെ വരും. അപ്പൊ കുറെ കള്ളന്മാര് ആ DNA ടെസ്റ്റ് ചിലപ്പം നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് ആക്കാനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഡെയ്സി എന്നെ ഒന്ന് സഹായിക്കണം. അഥവാ നാളെ കോടതിയിലോട്ട് ഈ കേസ് പോവാണെങ്കിൽ ഡെയ്സി വരത്തില്ലേ എനിക്ക് വേണ്ടി? അത്രയും കേട്ടാ മതി. എന്റെ ഒരു കസിൻ ഉണ്ട്, ഞാൻ കസിനെ കൊണ്ട് വിളിപ്പിക്കാം. ആരുടെ? കസിന്റെ പേര് ബാലഗോപാൽ മാരാർ. അല്ല ഇത് നരിയല്ലേ? Politicians should behave themselves. Excerpts from Mara's controversial book, The Supreme Power. Okay, thank you ഡെയ്സി. ഡെയ്സി ഞാൻ പറഞ്ഞ കാര്യമൊക്കെ എന്തായി ഡെയ്സി? ഞാനാകെ ഒരൊറ്റ കാര്യമില്ല ഡെയ്സിയോട് പറഞ്ഞോളൂ, അത് മറന്നാ? അത് തന്നെ അതെന്തോ സെറ്റ്, അത്രേ ഉള്ളു. എന്താ പുറത്ത് നിന്നിട്ട് എന്തോ സപ്പോർട്ട് ചെയ്യാനാ? ഇനി വക്കീലാവാൻ ആൾക്കാരൊക്കെ വേറെ ഉണ്ട്, EMSലുള്ള ആളില്ലാത്ത. ഞാൻ ഡെയ്സി ഉണ്ടെന്ന് ഒറ്റ വിശ്വാസത്തിലാണ് ഇത്രയും ദിവസം ഞാൻ ഇവിടെ നെഞ്ചും വിരിച്ചിരുന്നത്.
എന്റെ പകുതി ജീവനാണ് ഡേസി ഇപ്പൊ നശിപ്പിച്ചത്. ബാല നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഓക്കെ. ബാലന്റെ പറഞ്ഞു വന്ന- DNA ആയിട്ട് കുറച്ച് മാച്ച് ആവുന്നുണ്ട് കേട്ടോ കൊച്ചിന്റെ. എന്താന്നാ പറഞ്ഞേ? ബാലന്റെ DNA ആയിട്ട് കുറച്ച് കൊച്ചിന്റെ DNA ആയിട്ട് മാച്ച് ആയിട്ടുണ്ട്. അല്ല സാറേ ഞാനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെ അത് മാച്ച് ആവും സാറേ? ബാല നമുക്കത് അറിയില്ലല്ലോ സാറേ എനിക്കും അറിയത്തില്ല തെറ്റാറില്ലല്ലോ. സാറേ. സയൻസ് തെറ്റാറില്ലെങ്കിൽ എനിക്കും തെറ്റിയിട്ടില്ല സാറേ. സാറ് കണ്ണും പൂട്ടി ചെയ്താണ് ഞാൻ പെട്ടെന്ന് ചെയ്യാനായിട്ട് എന്താണ് സാറേ ഇത്? അറക്കൽ സാറേ എന്തോന്ന് പറയുന്നേ? ഒരു മിനിറ്റ്, ഒരു പെൺകുട്ടിയും കൂടെ അപ്പുറത്തിരിക്കുകയാണ്. അതും കൂടെ നമ്മൾ ആലോചിച്ച് വേണം നമ്മൾ ഓരോ വാക്കുകൾ ഉപയോഗിക്കാൻ. ഓക്കെ, കണ്ണും പൂട്ടി കാലും പൂട്ടി കൈയും പൂട്ടി എന്നൊക്കെ പറയുന്നു. എടാ ആ ഒരു ഫ്ലോയിലൊക്കെ പറഞ്ഞതാ. ടോപ്പിക് ഇടാം, ശരിയാവില്ല സാറേ. DNA ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നില്ല സാറേ. അപ്പം ഈ സംഭവം ബാലന് DNA വിശ്വാസമില്ല. അപ്പൊ നമുക്ക് DNA വലിച്ചെടുക്കളയാം അല്ലേ സാറേ 100% വലിച്ചേറി കളയാവുന്നേ ഉള്ളൂ സാറേ അതൊക്കെ. ഓക്കെ കേട്ടല്ലോ അറക്കൽ സാറേ കേട്ടായിരുന്നല്ലോ. ബാല റിസൾട്ട് DNA വന്നിരിക്കുന്നത് നെഗറ്റീവാണ്. അത്രേ ഉള്ളൂ സാറേ, അത്രേ ഉള്ളൂ. എനിക്ക് DNA പണ്ട് വിശ്വാസം സാറേ. അല്ല എനിക്ക് പണ്ട് മുതലേ DNA വിശ്വാസമുണ്ട്. കോപ്പി ഇല്ലെന്നോ? കോപ്പി പോലും ഒറിജിനൽ പേപ്പറാ വലിച്ചെടുക്കളഞ്ഞിപ്പോ സാറേ. അത് സാറേ പക്ഷെ അത് ഒട്ടിച്ചെടുക്കാൻ പറ്റത്തില്ലേ? നെഗറ്റീവ് അല്ലേ? ഞാൻ ചോപ്പ് ചെയ്ത് ബാല പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വലിച്ചു. അല്ല സാറെന്തായാലും കണ്ടല്ലോ, അത് നെഗറ്റീവാന്ന് കണ്ടല്ലോ. ഇല്ല കണ്ടില്ല. ഇനി ബാലന് വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് നമ്മളങ്ങ് ഉപേക്ഷിച്ചു. അല്ല സാറല്ലേ പറഞ്ഞ നെഗറ്റീവ് ആണെന്ന്? ബാല വേണ്ട, നമുക്കത് വേണ്ട സാറേ. എനിക്ക് DNA പണ്ട് മുതൽ വിശ്വാസമുണ്ട് സാറേ. ബാലിന് വിശ്വാസമില്ല DNA. നമുക്ക് ഇനി വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പേപ്പർ ഞാൻ ഡിസ്പോസ് കയറി അതിന്റെ ബാലിന്റെ പേരതിൽ പോയില്ല. അല്ല നിങ്ങളൊക്കെ കണ്ടല്ലേ നെഗറ്റീവ് ആണെന്ന്? അത് പറഞ്ഞിട്ട് കാര്യമില്ല. കേസ് തന്ന ഷമ്മിക്കും അതുപോലെ തന്നെ കാവ്യക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതാ. അയ്യോ അപ്പൊ സാറേ നമുക്ക് ഒന്നുകൂടെ DNA പിന്നെ DNA എടുക്കാൻ കൊച്ചു സമ്മതിക്കൂല. കൊച്ചു കുട്ടിയാ, അത് ആലോചിക്കണം. ചുമ്മാ കുത്താൻ പറ്റില്ല. ഒരു മിനിറ്റ് ഇപ്പൊ ചോദിക്കാം. മീനുട്ടി കുത്തിവെക്കാൻ കൊണ്ടോട്ടെ മോളെ? ഇപ്പൊ കൊച്ചു പിള്ളേരല്ലേ സാറേ, നമ്മളിപ്പോ കൊച്ചിനോട് ചോദിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? കുത്തണം സാറേ ചന്തിക്കിട്ട്. സാറേ ബാലൻ പറഞ്ഞതിന്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ് ഞാനത് വലിച്ചു കളഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ബാലൻ? നമുക്കത് ഇപ്പോഴത്തെ ഒരു കാര്യത്തിൽ നമുക്കൊരു ചെറിയൊരു തീരുമാനം എടുക്കാം. ഓക്കെ, അതായത് കുട്ടി ബാലന്റെ അണ്ടറിലായിരിക്കണം ഇനി മുതൽ. കാവ്യ വരുന്നത് വരെ ഡെയിലി ഉള്ള റിപ്പോർട്ട് ഇവിടെ തരണം. കുട്ടിക്ക് എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തു, എത്ര നിക്കർ വാങ്ങിച്ചു, എത്ര ജട്ടി വാങ്ങിച്ചു, എത്ര ഫുഡ് കൊടുത്തു. സാറേ അപ്പൊ സാറേ ഞാനിങ്ങനെ എല്ലാ ദിവസവും PD വന്നിട്ട് 5 ഡൈപ്പർ വാങ്ങിച്ചു, ഇന്ന് കൊച്ചിന് 5 വട്ടം ചന്തി കൊടുത്തു എന്നൊക്കെ ഞാൻ ഒന്ന് പറയണോ സാറേ? ഞാൻ എന്തൊരു ബാലനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഏതോ ഒരു മാമൻ പറഞ്ഞു കൊടുത്തു, കയ്യിലെടുത്ത് അപ്പിടണമെന്നാണ് പറഞ്ഞു കൊടുത്തത്. അതൊക്കെ ഏത് അലവലാതിയാണ് സാറേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? മീനൂട്ടിനെ തൊടാൻ ഏതവനെ ഒന്ന് ഭയക്കണം. മീനൂട്ടിയല്ലേ, മീനൂട്ടി നൈസായിട്ട് അങ്ങ് കയ്യിലപ്പിട്ട് കൊടുത്താൽ മതി. എനിക്ക് കൊച്ചിനെ നോക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. പക്ഷെ എനിക്ക് പൊന്നു പോലെ നോക്കാൻ പറ്റത്തില്ല. അല്ല ഒരു അച്ഛൻ ഒരു പെൺകൊച്ചിനെ പൊന്നു പോലെ നോക്കാൻ പറ്റത്തില്ല. അതിനൊരു അമ്മയും കൂടെ വേണം സാറേ. ഇല്ല നീ അത് തെളിയിക്കണം. എനിക്ക് സാറേ അതല്ല ഞാൻ പറഞ്ഞത്. സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ പോലെ ഒരു തെണ്ടി, ഒരു ചെറ്റയുടെ കൂടെ ഈ ഒരു കൊച്ചു പാവം പിഞ്ചു കൊച്ചിനെ വിടുക എന്നൊക്കെ പറയുന്നത് പറയാൻ ബാലൻ കാണിച്ച മനസ്സില്ലേ? ബാലൻ ചെറ്റയാണ്, തെണ്ടിയാണ്. അതില് തന്നെ ബാലൻ 916 ആണ് ബാല. പക്ഷേ എനിക്കൊരു വിശ്വാസക്കുറവുണ്ട്. കാരണം ഞാൻ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. സാറേ ഇവൻ വെള്ളം അടിക്കുന്ന ടൈമിൽ ഞാൻ നോക്കിക്കോളാം സാറേ. ഇവൻ വെള്ളം അടിക്കുന്ന ടൈമിൽ ഞാൻ നോക്കിക്കോളാം സാർ. ഓക്കെ സാറേ, സ്നൈപ്പ് നോക്കിക്കോളും. ഞാൻ സാറേ 24 മണിക്കൂറും ഞാൻ വെള്ളം അടിച്ചടക്കാൻ പോകുക സാറേ. അപ്പൊ സ്നൈപ്പ് നോക്കാം സാറേ. കാര്യം പറയട്ടെ സാറേ. കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ തരാം. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? കൊച്ചിന്റെ അച്ഛനെയും അമ്മയും കിട്ടുന്നത് വരെ ബാലനെ ഏൽപ്പിച്ചു. കൊച്ചിന്റെ അച്ഛൻ കിട്ടുന്നവരെ ഞാൻ നോക്കാന്ന് വെച്ചാൽ കൊച്ചിന്റെ അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ അച്ഛനാ. ബാലച്ചൻ വിളിക്കും. മോള് ബാലച്ചന്ന് വിളിച്ചു നോക്കേ. ആ സൂട്ട് ആവുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. മോള് വിളിച്ചേ, മോള് നോക്കട്ടെ. ചക്കര വിളിച്ചേ. ബാലച്ചൻ സാർ നിങ്ങളല്ലല്ലോ വിളിക്കണ്ടേ, കൊച്ചല്ലേ വിളിക്കണ്ടേ? ബാല അച്ഛൻ. സാറേ ഇത് ഇങ്ങനെ ഒന്നും ഇതാക്കണ്ട സാറേ. 5 ഐസ്ക്രീം മീനുട്ടി 5 ഐസ്ക്രീം മേടിച്ചരാ പറ. മീനുട്ടി ഡെയിലി 10 ഐസ്ക്രീം വെച്ച്. സാറേ കൺഗ്രാജുലേഷൻ സാറേ ബാലൻ സാറേ. ഫോട്ടോ എടുത്തോ? ബാലന്റെ ഹാൻഡ് ഓവർ ചെയ്യണ ഫോട്ടോ നമ്മളെടുത്തില്ല. എന്തല്ല പോസിങ്? എന്തല്ല പോസിങ്? ഒരു മനസ്സും ഇല്ലാതിരിക്കണം.
ഫോട്ടോയിൽ തന്നെ ഒരു താല്പര്യം ഇല്ലാതെ മേടിച്ചിട്ട് ഇവര് 3 പേര് അടിച്ചേൽപ്പിച്ച ഓഫീസർമാര് താല്പര്യം ഇല്ലാതെ വാങ്ങിക്കൊണ്ട് പോയ ബാലന് എന്തുവാന്ന് പോലും അറിയാത്ത മീനുട്ടി. അതാണ് പ്രേം. എന്റെ അമ്മ താര വന്നേ. താരക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കൺഗ്രാറ്റുലേഷൻസ്. താര നേരത്തെ എന്നോട് ചോദിച്ചില്ലായിരുന്നു ബാലന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനോട് ഇഷ്ടമുണ്ടോന്നൊക്കെ ചോദിച്ചില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാ അങ്ങനെ ഒരാളുണ്ട് സിറ്റിയില്. ഞാൻ പറയാന്നൊക്കെ വിചാരിച്ചിരുന്നേ, പക്ഷെ കാരണം ഈ DNA ടെസ്റ്റിന്റെ ഈ ഒരു കേസ് കിടക്കുന്ന കാരണം എനിക്ക് അങ്ങനെ പെട്ടെന്ന് കയറി ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. താര എന്റെ സൈഡിലെ സത്യം എന്താന്ന് കുട്ടി അറിഞ്ഞിട്ട് വേണമല്ലോ അത് പറയാനായിട്ട്. പക്ഷെ DNA ടെസ്റ്റ് റിസൾട്ട് ഇങ്ങനെ ആവും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പം സത്യം എന്താന്നുള്ളത് എനിക്കും ഭരത് സാറിന് മാത്രമേ അറിയത്തുള്ളൂ. ഇതിപ്പോ മൂന്നാമതൊരാളിനെ അറിയിക്കാൻ ഒരു ഡോക്യുമെന്റ് പോലും എന്റെ കയ്യിലില്ല. ആ ഒരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആ കൊച്ചിനോടത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്റെ സത്യസന്ധത എന്താന്ന് തെളിയിച്ചിട്ട് വന്ന് ഇഷ്ടമെന്ന് പറയാൻ വേണ്ടിയാണ് ഇരുന്നത്. പക്ഷെ എനിക്കത് തെളിയിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞിട്ട് എന്തെങ്കിലും വില ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല താര. അപ്പൊ പിന്നെ പറയാതെ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പൊ എന്താന്നറിയില്ല, ഇപ്പൊ എന്റെ മനസ്സിലിപ്പൊ മീനുട്ടിയുടെ നോക്കണോന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് കാരണം പിന്നെ ആ ഒരു ഇഷ്ടം ഞാൻ വേണ്ടെന്ന് വെച്ചു താര. ഇതാണോ പറയാൻ വന്നത്? അതെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടി ചോദിക്കുന്നുണ്ട്, എന്റെ മനസ്സിലുള്ള ആ പെണ്ണാരാ? ഇല്ല, അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് തോന്നില്ല. എന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടിനോട് ചോദിച്ചു നോക്ക്. ഇപ്പൊ ഞാൻ ഒരു കൊച്ചിന്റെ അച്ഛനാണ്, മനസ്സിലായി. അപ്പം നേരത്തെ പോലെ അല്ല ഇനി അങ്ങോട്ട് ലൈഫ്. അപ്പം ആ കൊച്ചിനെ അത് ബാധിക്കും. ഞാൻ കാരണം ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന കൊച്ച് ബുദ്ധിമുട്ടുന്നതിന് കാണാൻ എനിക്ക് താല്പര്യമില്ല. ആയില്ലെങ്കിലോ എന്നാ ചോദിച്ചതാ. അപ്പൊ ആദ്യം ആ പെണ്ണിനോട് അത് പോയി പറ, ഈ കാര്യം പറ. ആ പെണ്ണിനോട് തന്നെയാണല്ലോ പറഞ്ഞേ. പല നീ എന്നോടല്ലേ പറഞ്ഞത്? അതെ താര. ബാലൻക്ക് എന്നെ ഇഷ്ടമാണോ? മീനുകുട്ടി എനിക്ക് ഉള്ളത് കൊണ്ട് താര എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് ഞാൻ താരയോട് എങ്ങനെ പറയുമെന്നോ എനിക്കറിയത്തില്ലായിരുന്നു. എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും ബാല. ഉണ്ടാവും താര. ഐ ലവ് യു ബാല. ബാലമാമന്റെ ജീവിതത്തിൽ മീനുക്കുട്ടി ഒരു അധികപ്പെറ്റാവോന്ന് മീനുക്കുട്ടിക്ക് ഒരു സംശയം. മീനുക്കുട്ടി ഇവിടെ ഒറ്റയ്ക്ക് നടന്നപ്പോ മീനുക്കുട്ടിയുടെ ആര് പറഞ്ഞ അച്ഛന്റെ സ്നേഹം ബാലമാമൻ തരുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു കളിയാക്കൽ കേൾക്കുവാണെങ്കിൽ ഞാനങ്ങ് സഹിക്കും. മീനുട്ടി റബ്ബ് ഇഹപരമിലും തുണറബ്ബ് ഉടലിനുടയോൻ റബ്ബ് റബ്ബോടിൻ ബാലൻസർ ഉങ്ങളോട് ഏജ് ഇപ്പോ 24. ഡേറ്റാബേസ് ഉണ്ട്. ബാലൻ 1997 ആണ്. 28 ആയല്ലോ ബാല. അതെന്താ ഒരു 4 വയസ്സ് കുറച്ച് പറഞ്ഞേ? കാലം പോയൊരു പോക്കെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി സാർ. എത്ര വയസ്സാ പോന്നെ അല്ലേ? അതെ സാറേ, പറവല്ല സാർ, ரொம்ப அதிகமா உங்களுக்கு மறவி வந்திருக்கு. பரவாயில்ல, அட்ஜஸ்ட் பண்ணிக்கலாம். അയാൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം ആക്ച്വൽ റിയാലിറ്റിയിൽ നിന്നുള്ള ഒരു എസ്കേപ്പ്. മീനുട്ടിക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം മീനുട്ടിക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല.
ഈ കഥയുടെ അവസാന അധ്യായം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കത്തിച്ചു കളയുന്നത് മറച്ചു വെക്കാൻ വേണ്ടി തന്നെ, സ്വയം മറക്കാൻ. എന്റെ പൊന്നോ, എടാ ഞാൻ എന്താ ഇപ്പൊ ഒരു സിനിമ കണ്ടിറങ്ങിയേ. എന്റെ ആളിയ ബാല, എന്ത് കിടിലും ബാല. 3 പേരെ വെച്ച് നമുക്ക് എന്ത് മാസം കാണിക്കാൻ പറ്റും? പഴയ